ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങൾ ചൊല്ലി വിവാദ ഇസ്ലാമിക പ്രഭാഷകൻ സാക്കിർ നായിക്കിനെ മുട്ടുകുത്തിച്ച ഹിന്ദുമത പണ്ഡിതൻ. മുസ്ലിങ്ങളല്ലാത്തവരുടെ ആഘോഷങ്ങളിൽ പങ്കുചേരുന്നതും ആശംസകൾ നേരുന്നതും സമ്മാനങ്ങൾ സ്വീകരിക്കുന്നതുമെല്ലാം ഇസ്ലാമിക വിരുദ്ധമാണെന്ന് വിശ്വസിക്കുന്ന സാക്കിർ നായിക്കിന് മുന്നിൽ നിന്ന് സംസ്കൃതത്തിൽ ശ്ലോകങ്ങൾ വായിച്ചായിരുന്നു ഇസ്ലാമാബാദിൽ സംഘടിപ്പിച്ച ഒരു ഹിന്ദു പരിപാടിയിൽ ഹിന്ദുമത പണ്ഡിതനായ പ്രൊഫസർ മനോജ് ചൌഹാൻ ചുട്ട മറുപടി നൽകിയത്. അതായത് മനുഷ്യനെ അവന്റെ പ്രവൃത്തികൾ കൊണ്ടാണ് വിലയിരുത്തേണ്ടതെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ശ്രീമദ് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. കർമ്മം കർത്തവ്യമാണ് മതം. എന്നാൽ മതം സ്വാർത്ഥ താല്പര്യത്തിന് മാത്രമാണെങ്കിൽ അത് പാപത്തിലേക്ക് നയിക്കുന്നു. മോക്ഷത്തിന്റെ പാതയായ സമൂഹത്തിന് വേണ്ടി നാം നമ്മുടെ കർമ്മങ്ങൾ ചെയ്യണം എന്നാണ് അദ്ദേഹം സംസ്കൃതത്തിൽ ശ്ലോകങ്ങൾ വായിച്ച് വ്യക്തമാക്കിയത്. ഇത് വേദിയിലിരുന്ന ആളുകൾക്ക് തികച്ചും അപ്രതീക്ഷിതമായിരുന്നൊരു അനുഭവമായിരുന്നു. തുടർന്ന് ഭഗവത്ഗീതയിലെ സൂക്തങ്ങൾ ചൊല്ലി. ഇതിനെ പിന്നാലെ തീവ്ര ഇസ്ലാമികവാദത്തെപ്പറ്റി അദ്ദേഹം സാക്കിർ നായിക്കിനോട് ഉന്നയിച്ച ചോദ്യങ്ങളാകട്ടെ ഏവരെയും അത്ഭുതപ്പെടുത്തുകയായിരുന്നു. മനുഷ്യനെ അവന്റെ പ്രവൃത്തികൾ കൊണ്ടാണ് വിലയിരുത്തേണ്ടതെന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ വ്യക്തമാക്കുന്നത്. അതായത് കർമ്മം കർത്തവ്യമാണ്, ആ കർത്തവ്യം മതമാണ്. എന്നാൽ മതമാകട്ടെ സ്വാർത്ഥ താല്പര്യത്തിന് മാത്രമാണെങ്കിൽ അത് പാപത്തിലേക്ക് നയിക്കും. മോക്ഷത്തിന്റെ പാതയ സമൂഹത്തിന് വേണ്ടി നാം നമ്മുടെ കർമ്മങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ പ്രൊഫസർ മനോജ് ചൌഹാൻ ലോകത്ത് പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ മതത്തിന്റെ പേരിൽ പടരുന്ന അക്രമങ്ങളും വിഘടനവാദവും തടയാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യവും ഉന്നയിച്ചു. എന്നാൽ പ്രൊഫസറുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടിയൊന്നും പറയാൻ കഴിയാതെ സാക്കിർ നായിക്കാകട്ടെ ഖുറാനിലെ ചില വാക്യങ്ങളൊക്കെ പറഞ്ഞ് തടി തപ്പുകയായിരുന്നു എന്ന വിവരങ്ങളാണ് പിന്നീട് പുറത്തു വന്നത്. അതേസമയം ഇക്കഴിഞ്ഞ ദിവസമാണ് അനാഥ പെൺകുട്ടികൾ ഹറാമാണെന്ന് വിവാദ പ്രഭാഷകൻ സാക്കിർ നായിക്ക് പുറത്തുവിട്ടത്. പാക് സന്ദർശനത്തിനിടെ നടന്ന പരിപാടിയിലായിരുന്നു തീവ്ര മതപ്രഭാഷകന്റെ ഇത്തരത്തിലുള്ള തനിനിറം പുറത്തുവന്നത്. പാകിസ്ഥാനിൽ ഓടി നടന്ന് പരിപാടി ചെയ്യുന്ന സാക്കിർ നായിക് അനാഥാലയത്തിൽ നടന്ന പരിപാടിയിലും അതിഥിയായി എത്തപ്പെട്ടു. ഇതിനിടെയാണ് സംഘാടകർ ഒരു കൂട്ടം അനാഥ പെൺകുട്ടികളെ സ്റ്റേജിലേക്ക് വിളിച്ചത്. ഈ സമയത്താണ് അനാഥ കുട്ടികൾ സ്റ്റേജിലെത്തുമ്പോൾ രൂക്ഷമായി പ്രതികരിക്കുന്ന സാക്കിർ നായിക്കിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലായത്. രക്തബന്ധമില്ലാത്ത പെൺകുട്ടികൾ ഹറാമാണെന്നും അവരുമായി ഒരു തരത്തിലും ഇടപഴകില്ലെന്നും തനിക്ക് അവരെ പെൺമക്കളെന്ന് വിളിക്കാൻ കഴിയില്ലെന്നുമാണ് ഇയാൾ പറഞ്ഞത്. അനാഥരായ കുട്ടികളെ പിന്തുണയ്ക്കുന്ന പാക് സ്വീറ്റ് ഹോം ഫൗണ്ടേഷനാണ് പരിപാടി സംഘടിപ്പിച്ചത്. പെൺകുട്ടികൾ തന്റെ അടുത്തേക്ക് നടന്നു വരുമ്പോൾ സാക്കിർ ആകട്ടെ സ്റ്റേജിൽ നിന്നിറങ്ങി നടക്കുന്നതും ഈ വീഡിയോയിലുണ്ട്. കുട്ടികളെ ആദരിക്കുന്നതിനായി സംഘാടകർ അവരെ സാക്കിറിന്റെ പെൺമക്കൾ എന്ന് വിശേഷിപ്പിച്ചു. ഇത് സാക്കിറിനെ ചൊടിപ്പിച്ചു. വീഡിയോ വൈറലായതിന് പിന്നാലെ സാക്കിറിനെ ക്ഷണിച്ചു വരുത്തിയ പാക് സർക്കാരിനെതിരെ സോഷ്യൽ മീഡിയ തന്നെ ഒന്നാകെ രംഗത്ത് വരികയായിരുന്നു. സാക്കിർ നായിക് 4 ആഴ്ച കൊണ്ട് മനസ്സിനെ മാലിന്യമാക്കും, ഇയാളെ വിളിച്ചു വരുത്തി സൽക്കരിക്കുന്ന സർക്കാരിനെയാണ് തല്ലി ഓടിക്കേണ്ടത് തുടങ്ങി നിരവധി പ്രതികരണങ്ങളാണ് ഈ വീഡിയോയ്ക്ക് താഴെ നിറഞ്ഞത്. ഇതാദ്യമായല്ല ഇസ്ലാമിനെ കുറിച്ചുള്ള തന്റെ തീവ്ര ചിന്തകളുടെ പേരിൽ സാക്കിർ നായിക് വിവാദം സൃഷ്ടിക്കുന്നത്. 2016 മുതൽ സാക്കിറിനെതിരെ NIA നിയമ നടപടി സ്വീകരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.